എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യുന്നത് റെഡ്മിയുടെ നോട്ട് 10 പ്രൈം എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലഗ് ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ചെറിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്കിത് ശരിയാക്കാനായിട്ട് ഇതിൻ്റെ മുഴുവൻ അയക്കണം കേട്ടോ. ബാക്ക് സൈഡ് പാനലെല്ലാം അയക്കണം. അപ്പോൾ നമ്മൾ നേരെ ബാറ്ററിയിലേക്ക് പോവാം. അപ്പോൾ ബാറ്ററിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു രജിസ്റ്റർ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതൊരു വേറെ ഡോണർ ബോർഡിന് എടുത്താണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു രജിസ്റ്റർ വരും. ആ രജിസ്റ്ററിൻ്റെ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ എല്ലാ ടെക്നീഷ്യന്മാർക്ക് അറിയാവുന്ന ഒരു കേസാണ്. അപ്പോൾ അതിന് ചിലർ ബാറ്ററിയാണ് മാറുക. അപ്പോൾ നമുക്ക് ചിലവ് കൂടും. അപ്പോൾ നമ്മൾ ഒറിജിനൽ ബാറ്ററി തന്നെ ഇതേപോലെ എമ്മയുടെ ഒരു ഫോണിൻ്റെ ഡോണർ ബോർഡിൽ നിന്ന് തന്നെ നമ്മൾ ഒരു രജിസ്റ്റർ എടുത്തിട്ടുണ്ട്. അത് തിരിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ശരിയാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുള്ളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്യാൻ. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്തതിന് ശേഷം കാണാം. ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഇളകിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലെങ്ത് കൂടാതെ അത് സ്കിപ്പ് ചെയ്തതാണ്. ഇത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ മാറ്റിയ രജിസ്റ്റർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ഉണ്ട് കഴിഞ്ഞാൽ അറിയാം, കറുത്ത രജിസ്റ്റർ ആയിരിക്കും. അത് ഓൾറെഡി ഡാമേജ് ആയി ഈ കളറിലായിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റിയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളത് മാറ്റി ഡോണർ ബോഡിയിൽ നിന്ന് എടുത്ത് ഒരു രജിസ്റ്റർ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോൺ ശരിയായിട്ടോ. അത് നമ്മൾ പവർ നിൽക്കി നോക്കിയപ്പോൾ സാധനം ഓണായിട്ടുണ്ട്. അത് നമ്മൾ യൂട്യൂബ് എടുക്കുവാണ്. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.